മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോകാൻ മാത്രം കഴിയുന്ന ഒരു കാലമാണ് പുതിയ കാലം എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. എല്ലാം ഒരു വിപണി സാധ്യതകൾ മുൻനിർത്തി രാഷ്ട്രീയവും ആ രീതിയിലേക്ക് മാറുന്നു. പലപ്പോഴും ആ സാധ്യതകളെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന അത്തരം സംഗതികളെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാതെ വളരെ ശക്തമായി തന്നെ അതിനെ നേരിട്ടുകൊണ്ട് കരിമണലാണെങ്കിലും മദ്യമാണെങ്കിലും ഒക്കെ മുന്നോട്ട് പോകുന്നതിനുള്ള ആ ശക്തി തന്നത് എന്താണ്? അല്ല, അത് കുട്ടിക്കാലത്ത് മുതൽ ആ ഒരു രീതിയാണ് എനിക്കുള്ളത്. ഞാൻ KSU പ്രവർത്തകനായി വരുന്ന കാലത്തും പിന്നീട് KSU പ്രസിഡൻ്റായിരുന്ന കാലത്തും അന്നാണ് KPCC എക്സിക്യൂട്ടീവിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് KSU പ്രസിഡന്റ് എന്ന നിലയിലാണ്. അന്ന് KK വിശ്വനാഥ് KPCC പ്രസിഡന്റ്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അതിൽ ചർച്ചയിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. വിശ്വനാഥ് വളരെ ആ കാര്യത്തിൽ ഒരു വലിയൊരു പ്രോത്സാഹനമാണ് തന്നിട്ടുള്ളത്. വളരെ വളരെ ഉറച്ച നിലപാടുകളുമായി പോകാൻ അന്നേ ശ്രമിച്ചു വന്നിട്ടുണ്ട്. ആ നിലപാടുകൾ യൂത്ത് കോൺഗ്രസ് ആയപ്പോഴും തുടർന്നു. ചിലപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ വരും, അതിൻ്റേതായ ശക്തമായ എതിർപ്പുകൾ. അത് സമൂഹത്തിൻ്റെ പല തലങ്ങളിലും പ്രത്യേകിച്ചും വെസ്റ്റേൺ ഇൻഡസ്ട്രീൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് തോൽവി പോലും അതിൻ്റെ ഭാഗമായിരുന്നല്ലോ. അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ ഈ പൊതുരംഗത്ത് നിലപാടുകൾ സ്വീകരിച്ച് ജനപക്ഷത്ത് നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഇതിനെ എതിർക്കുന്ന ആളുകൾ ആ എതിർപ്പല്ല മറ്റൊരു തരത്തിൽ പറയുക. അപ്പോൾ അവിടെ സാമുദായികമായ ഒരു 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 ധ്രുവീകരണത്തിനുള്ള അവസ്ഥ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിഭാഗീയമായി ചിന്തിക്കുക. യഥാർത്ഥ വിഷയം ഒരിക്കലും ചർച്ചാ വിഷയമാവില്ലല്ലോ. എപ്പോഴെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടോ? രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാവുകയും അതിൽ നമ്മുടെ ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ? ഒന്നുമില്ല. അത് സ്വയം അതിജീവിക്കുക. 94 കാലത്ത് 95 ആയപ്പോഴത്തേക്കും K കരുണാകരൻ മാറി ആൻ്റണി എത്തുന്നു. താങ്കളും ആ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ആൻ്റണിയുടെ കൂടെ താങ്കളുമുണ്ട്. അവിടെയാണ് ചാരായ നിരോധനം പോലുള്ള സുപ്രധാനമായ തീരുമാനങ്ങളിലൊക്കെ വരുന്നത്. പിൽക്കാലത്ത് ആൻ്റണി തന്നെ വന്നപ്പോഴും ഒരു താങ്കളെപ്പോലുള്ളൊരു ഒരു ആളുടെ പിന്തുണ ഇല്ലാത്തത് ആ മന്ത്രിസഭയെ അല്ലെങ്കിൽ ആൻ്റണിയെ ചിലപ്പോഴൊക്കെ ഉലച്ചിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് വിലയിരുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. വീണ്ടും അങ്ങനെ ഒരു കോമ്പിനേഷന് കേരള രാഷ്ട്രീയത്തിൽ സാധ്യതയുണ്ടോ? അല്ല, ഇനി അങ്ങനെ ഒരു കോമ്പിനേഷന് സാധ്യതയില്ല. കാരണം AK ആൻ്റണി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനി കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ റോള് ഇല്ല. അദ്ദേഹത്തിൻ്റെ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനൊരു സാധ്യതയില്ല. പക്ഷേ ആൻ്റണി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വലിയ ഒരു ശക്തി സ്രോതസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു കോടതി പരാമർശം പോലും വന്ന സാഹചര്യത്തിൽ ഒരു നേതൃമാറ്റത്തിൻ്റെ സാധ്യത പോലും ആളുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇല്ല, നേതൃമാറ്റത്തിൻ്റെ സാധ്യത നമുക്കറിയാം. കോടതികളെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും വരാറുണ്ട്. അതൊക്കെ ഗൗരവമായി തന്നെ കാണുന്നൊരു രീതിയാണ് കോൺഗ്രസിനുള്ളത്. അതേസമയത്ത് തന്നെ ഒരു നേതൃമാറ്റ തലത്തിലേക്കൊന്നും പോകേണ്ട ഒരവസ്ഥ അതിന് കൈവന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഈ ഓണത്തിന് കൂടി മലയാളി കള്ള് കുടിക്കും, ബാറിൽ പോവും. അടുത്ത ഓണത്തിന് അത് ഉണ്ടാവില്ല എന്നും കരുതാം. എന്ത് തോന്നുന്നു ഈ ഓണത്തിന് മുന്നിലിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥ? ഏതായാലും ഒരു കാര്യത്തിൽ എനിക്കൊരു സംതൃപ്തിയുള്ളത്, ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അപകടങ്ങൾ മലയാളി തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ വേറൊരു ലോകത്തായിരുന്നു. കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? മദ്യം മാത്രമല്ല, മയക്കുമരുന്നും കേരളത്തിൽ വളരെ മയക്കുമരുന്നും സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തീരുമാനമെടുത്തു, നല്ല തീരുമാനം, അത് ഫലപ്രദമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇച്ഛാശക്തിയോടുകൂടി കരുതലോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് നീക്കിയാൽ മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ പാളിച്ചുകളുണ്ട്. കാരണം ഏത് നല്ല കാര്യം വന്നാലും അതിനെ പരാജയപ്പെടുത്താൻ സ്ഥാപിത താല്പര്യങ്ങൾ ശ്രമിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടലുകൾ ശ്രദ്ധിച്ചല്ലോ, അത് എത്രമാത്രം സന്തോഷമുണ്ടാക്കി? എനിക്ക് പേടിയാണ് സത്യത്തിൽ, സന്തോഷമല്ല. എന്തുകൊണ്ടാണ്? ഒരുപാട് ഇതുണ്ട്, ഭീഷണിയുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഓഫീസിൽ തന്നെ എപ്പോഴും അവർ പറയും എന്നോട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അങ്ങനെയുള്ള. അപ്പോൾ സത്യത്തിൽ പേടിയാണ്, അല്ലാണ്ട് ഒരു യാതൊരു സന്തോഷമില്ല. അത് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് കൂട്ടിയാൽ മതി. എനിക്ക് ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്, നല്ല നല്ല ഭീഷണി. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം സോണ മാനേജർ പറഞ്ഞു, ട്രെയിൻ യാത്രയിൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അബദ്ധത്താ പറഞ്ഞു പോയില്ലതാ ഞങ്ങൾ ഒന്നിച്ച വർക്ക് ചെയ്യും, അയാൾ എന്നെ തല്ലിയില്ല എന്നേ ഉള്ളൂ, താൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട്.
ഇത് അതൊക്കെ അതിൻ്റെ നമുക്ക് ഏത് തീരുമാനം വരുമ്പോഴും അതിനകത്ത് കുറച്ച് പേര് എഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര്. അതെ, ഇതിന് മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടെടുത്ത സമയത്ത് ഇത്രയധികം ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? പണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ. MLA ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് അതുപോലെ ഭയങ്കര ഇതായിരുന്നു. അത് ഏത് സന്ദർഭത്തിലായിരുന്നു ഓർമ്മയുണ്ടോ? അത് മറ്റേ കരുണാകരനായിട്ടുള്ള പ്രശ്നം അതല്ല, ഇതന്നെ അല്ല കരിമണലാണ്. അപ്പം അതൊക്കെ ഇതിൻ്റെ പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. കാരണം അത് അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശാരീരികമായി ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ അങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ഭീഷണി വരാറുണ്ട്. അതുകൊണ്ട് തേജോവധത്തിന് ശ്രമിക്കും. പല രീതിയിലുള്ള ശ്രമങ്ങളുണ്ടാവും. ഇത്തരം ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് പോവുക, അന്തിക്കാട്ടോ എവിടെയെങ്കിലും ചിലവഴിക്കാൻ തറവാടൊക്കെ ഉണ്ടോ ഇപ്പോൾ? അങ്ങനെ അല്ല, തറവാടില്ല. ഇപ്പോൾ ജ്യേഷ്ഠൻ തൃശ്ശൂരുണ്ട് താമസിക്കുന്നത്. ജ്യേഷ്ഠന് ഒരല്പം അസുഖമായി ഹോസ്പിറ്റലായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്, തിരിച്ചു വന്ന് ആരോഗ്യത്തെ വീണ്ടെടുത്തിട്ടുണ്ട്. ജ്യേഷ്ഠനുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ തൃശ്ശൂരുണ്ട്. പിന്നെ മോള് തൃശ്ശൂരുണ്ട്. മോളും സണ്ണിൻ്റെ അവിടെയുണ്ട്. 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരെ കണ്ടികൾ വന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ മകൻ US-ലാണ്, ക്ലീവ്ലൻഡിലാണ്. അവൻ്റെ അടുത്ത് പോയി ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ. എന്താണ് ഓണത്തിന് കുടുംബത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? ഇല്ല, കുടുംബത്തിന് അതൊക്കെ ഞാൻ വീട്ടിലെ കാര്യം മുഴുവൻ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അദ്ദേഹം നോക്കട്ടെ. എൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹമാണ് നോക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നല്ലാതെ അതിൽ ഇടപെടാതിരിക്കുക. അതെ, എന്താണ് ചേച്ചി കരുതി വെച്ചിരിക്കുന്നത്? രാഷ്ട്രീയമായി എന്തെങ്കിലും കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രത്യേക അത്യാവശ്യം വന്നാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് പോണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഒന്നും കരുതി വെക്കാത്തത്. അല്ല, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ല, ഏത് സമയത്തും എന്തും അല്ല അപ്രതീക്ഷിതമായ യാത്രകൾ വരാമല്ലോ. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം അങ്ങനെ മുൻകൂട്ടി കരുതിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായിരുന്ന നേരത്തെ ആയിരിക്കും അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും വരിക. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും ബന്ധങ്ങളിലൊരു ഊഷ്മളത നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു വിജയമാണ് അല്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് സ്നേഹിതന്മാർ, ഒരുപാട് ആളുകൾ, അവരൊക്കെ ആയിട്ടുള്ള ആ ഒരു റിലേഷൻസും അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയാണ് നമുക്കൊരു ശക്തി. അല്ല, വീട്ടിലും തീർച്ചയായിട്ടും. പിന്നെ ഞാനൊരു കാര്യം സന്തോഷത്തോട് പറയാൻ സാധിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് സഹധർമ്മിണി തന്നെയാണ്. ഇല്ലത് നമ്മുടെ ഒരു ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് എന്ന് പറയുന്ന പോലെ ജോലിക്ക് പോയത് അതുപോലത്തെ. അല്ല, 2 പിള്ളേരായിട്ടാണ് അല്ല, ജോലിക്ക് പോയത് നന്നായി. ജോലിക്ക് പോയത് കൊണ്ട് ഒന്ന് സമയത്തിൻ്റെ മാത്രമല്ല, നമുക്കൊരു കൃത്യമായിട്ട് വരുമാനം. അതെ, ഏതായാലും വളരെ നന്ദി. ഈ ഓണ ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഇനിയും രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ധൈര്യവും ആദർശധീരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള കരുത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. ഈ ഓണക്കാലത്ത് മീഡിയ വൺ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്താൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. മീഡിയ വണ്ണ് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. താങ്ക് യു.